ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അറ്റ്ലാന്റിസിലോട്ടാണ്. അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ തീം പാർക്കാണ് അറ്റ്ലാന്റിസ്. അക്വാവെഞ്ചർ പാർക്കാണ്. ഫുള്ള് വെള്ളമാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത് വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളതല്ല. അതിനകത്ത് പോയിട്ട് എനിക്ക് വ്ളോഗിങ് ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. ഒരു ഷോർട്സ് പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ കാതലൻ അതിനകത്ത് ചെന്നപ്പോൾ പിന്നെ ഫുള്ള് വ്ളോഗിങ് ആയിരുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് കൂടുതലും എനിക്കൊരു വോയിസ് ഓവർ കൊടുക്കാനുള്ള വീഡിയോസ് ക്ലിപ്പൊന്നും ഇല്ല. ഒന്നോ രണ്ടോ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ വൈ നോട്ട് ഒരു ലോങ് വീഡിയോ ഇറക്കിയാൽ എന്താ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അക്വാവെഞ്ചർ പാർക്കാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ദുബായിലുള്ള പംജുമേറിയയിലുള്ള പാർക്കാണ്. ഇതൊരു ഹോട്ടലാണ് ആക്ച്വലി ഈ കാണുന്നത്. അതിനകത്താണ് നമ്മുടെ ഈ വാട്ടർ തീം പാർക്ക് വരുന്നത്. സൂപ്പറാണ്, ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ എന്തായാലും പോവേണ്ട ഒരു സ്ഥലമാണ്. മക്കളെയും കൊണ്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു അടിപൊളി സെറ്റാണ്. അഡ്വഞ്ചറായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനകത്തുള്ള സംഭവങ്ങൾ നമുക്ക് വഴിയെ കാണാം. അനക്കിത് മനസ്സിലായ എന്താന്ന് വിൻസ? നമ്മൾ ഒരു വ്ളോഗർമാരുടെ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഒരു ഷട്ടിൽ സർവീസ്. ഈ സർവീസ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബസ് ഉണ്ടായിരിക്കും. ഈ ബസ് നമ്മളതിനെ അറ്റ്ലാന്റിസിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇവനെ മറക്കണ്ട. കണ്ടോ നിങ്ങൾ, പ്രേഡയുടെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഗൈസ്, ഇതാണ് വിൻസൺ. ഇവനാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ്. ഇവനാണെന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി തരുന്നത്. എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഗൈസ്, ഞങ്ങൾ വണ്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ഇവിടെ എവിടെയോ ഞങ്ങൾ ഇരുത്തിയിട്ടുണ്ട്. ഞങ്ങളിനി അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഗായ്സ്, ഞങ്ങളുടെ ഫാമിലിയുടെ അടുത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. ഇതാണ് എൻ്റെ ഭാര്യ ചിഞ്ചു, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ അഡ്മിനും ഓണറും കൂടിയാണ്. ഇത് ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ അല്ല, എൻ്റെ ചേച്ചിയുടെ മക്കളാണിത്. ഇതിൻ്റെ അളിയനാണ്. ഇതാണ് വിൻസൺ. എനിക്കും കുറച്ച് പറയാനുണ്ട് ഗൈസ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ സ്ഥലത്തു നിന്നാണ് ടിക്കറ്റൊക്കെ എടുക്കേണ്ടത്. പെർ ഹെഡ് എത്രയാണെന്ന് എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയും. ഇത് നമ്മുടെ കയ്യിൽ കെട്ടാനുള്ള ബാഡ്ജാണ്. ഇത് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാ റൈഡിലും കയറാൻ വേണ്ടിയിട്ട്. ടിക്കറ്റല്ല, ഈ ബാഡ്ജാണ് നമുക്ക് തരിക. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് വേണം എല്ലാ റൈഡിലും കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് കയറി. ഇവിടെ ഡ്രസ്സൊക്കെ വെച്ച് ലോക്കർ ചെയ്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് വന്നു. അതിന് കല്യാണം കഴിക്കേണ്ടി വന്നു, ഭർത്താവ് വേണ്ടി വന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയ ഏരിയ ഇതായിരുന്നു. ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഓരോ ടവർ ആയിട്ടാണ് ഓരോന്നും വരുന്നത്, ഓരോ റൈഡുകൾ വരുന്നത്. ഇത് ചെറിയ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ. അപ്പോൾ ഞങ്ങൾ ആദ്യം നനയാനൊക്കെ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് കയറി. കുട്ടികൾക്ക് ആ വെള്ളത്തിൻ്റെ ഒരു പേടി, അതുപോലെ തന്നെ എനിക്ക് വെള്ളത്തിനോടുള്ള പേടിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറി, എല്ലാ സ്ഥലത്തുള്ള പോലെ. പിന്നെ ഇവിടെ നിന്നാണ് തുടക്കം ഗൈസ്. ഇത് ചെറിയത്, ഇത് വെറും ചെറുത്, ഇതൊക്കെ വെറും ശിശു. അപ്പോൾ ഇതിൽ ഞാൻ തുഴഞ്ഞാണ് വയസ്സ് വന്നത്. കാരണം ഞാൻ അതിൽ കയറിയിരുന്ന സൂന്ന് പറഞ്ഞിട്ടേ വരില്ല. ഞാൻ പകുതി വഴി സ്റ്റക്കായി. എന്നിട്ട് ഞാൻ തുഴഞ്ഞ് എന്നിട്ട് ഇങ്ങോട്ട് പോന്നു. ഇതൊക്കെ കുട്ടികൾക്കുള്ളതാണ്, നമുക്കും കയറാം. പക്ഷേ ചിലതിലൊന്നും കുട്ടികളെ കയറ്റില്ല, ചിലതിൽ നമ്മളെ കയറ്റില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിൽ ഞാൻ കയറാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും ഇങ്ങനത്തെ ഈ ട്യൂബൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ടപ്പോൾ അത്യാവശ്യം വലിയ ട്യൂബും ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊക്കെ കയറാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. കാരണം ഇതിൽ ഇത് വരുന്ന വഴി ഭയങ്കര വലുതാണ്, കണ്ടു, വലിയ ട്യൂബാണ്. അപ്പോൾ നമ്മളെല്ലാവരും എന്താ വിചാരിക്കുക, നമുക്കിതിൽ കയറാൻ പറ്റുമെന്നുള്ള വിചാരിക്കുക. അപ്പോൾ ആദ്യം മക്കളൊക്കെ വരുന്നത് കണ്ടിട്ട്, ഇത് എൻ്റെ ചേച്ചിയുടെ ഏട്ടൻ്റെ ചേച്ചിയുടെ
ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മക്കളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കയറാം എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത് ഗൈസ്. ഇവർ വന്നു കഴിഞ്ഞ് ഇവരൊന്ന് കളിച്ച് കഴിഞ്ഞിട്ട് വരാമെന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ മനസ്സിലായി എനിക്ക് അതിൽ കയറാൻ പറ്റില്ലയെന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിട വാങ്ങി ഗൈസ്. ഇതാണ് അവിടുത്തെ മെയിനായിട്ടുള്ള മെയിനായിട്ടെന്നല്ല പിള്ളേർ ഫുള്ള് കളിക്കുന്ന ഏരിയ ഇതാണ്. സ്റ്റാർട്ടിങ് ചെറിയ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഇതിന് ഞാൻ മുകളിൽ നിൽക്കുന്നുണ്ട്. ഞാൻ വഴി അറിയാണ്ടെന്ന് വഴിയിൽ ഞാൻ പെട്ട് ഗൈസ്. ഇത് ഈ കുറച്ച് മുന്നേ കാണിച്ച ആ ട്യൂബിൻ്റെ സംഭവമാണ്. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, മ്ലിങ്ങസി പറഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. ട്യൂബൊക്കെ ആയിട്ട് അവിടെ പോയി നിന്നതാണ് ഗൈസ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്നെ കയറ്റില്ല പറഞ്ഞ് കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ വലിയ വലിയ കളികൾ നമ്മൾ വരുന്നുണ്ട്. ഞാൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ ട്യൂബാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ കയറാമെന്നുള്ളൊരു മൈൻഡായിരുന്നു ഞാനും ചേച്ചിയും. അവനൊക്കെ തന്നെ വിചാരിച്ചത്. പക്ഷേ എല്ലാവരും നാണം കെട്ടു വയസ്സ്. അപ്പോൾ പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് വിൻസനാണ്. എൻ്റെ ഈ കാതലിൻ്റെ ഫ്രണ്ടാണ് ആ നിൽക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് വെച്ച് പ്രാഡയുടെ ഗ്ലാസ് വെച്ച ആൾക്ക് പ്രത്യേകം ഞങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാനുണ്ട് ഗൈസ്. കാരണം ഇതിനകത്തൊരു ഗാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. ട്യൂബ് റൈഡ് രണ്ടാൾക്കാർ ചിഞ്ചു എട്ടുകാലി വല വീണ പോലെ ഉണ്ട്. അയ്യോ Okay, can I go there? I'm going to go to the things. എല്ലാവരും ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഈ റൈഡിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഗൈഡും വരുന്നുണ്ട് ഗൈസ്. എത്ര പേർക്ക് ഇത്ര സാഹചര്യം കിട്ടുമെന്ന് ഞങ്ങൾക്കറിയില്ല. ചിഞ്ചു ഇതെല്ലാത്തിനും ഇപ്പം എന്തിനാ അതൊക്കെ പറയണേ? ഈ അറ്റത്താ എത്ര കിലുണ്ട്? ഞാനൊരു 100 കിലോ ഉണ്ടാവും. ഈ വാച്ചാണ് അറ്റ്ലാന്റിസിന്റെ സിമ്പൽ ഗൈസ്. ഇവരിപ്പോൾ പോകട്ടോ, നമുക്കിത് കാണാം. അതേ ടാപ്പ് ചെയ്യും. അന്തു പിടിച്ചോളിട്ടാ, മുറുക്കി പിടിച്ചോളിട്ടാ, പിടിച്ചോളിട്ടാ. അന്തോ
എന്താ ചിരിക്കി? ഇത് കുഴപ്പമില്ല, ഇത് ഈസി പച്ചള. നിങ്ങൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല. ആരും പേടിക്കാനില്ല, ഞാൻ സേഫാണ്. പേടിക്കണ്ട ടമ്മോ, ഒന്നുമില്ലട്ടാ. ഇതാണ് ഇപ്പം ഞങ്ങളുടെ ബോട്ടിനെ ഉന്തിക്കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ ഡ്രൈവർ, മറ്റേ സഞ്ചാരത്തിലെ. വീണ്ടും ഞങ്ങളുടെ ഫാമിലി ഒരു ഇംഗ്ലീഷുകാരെ സഹായിക്കുന്നു ഗൈസ്. ഒരു ഇംഗ്ലീഷുകാരെ സഹായിക്കുന്ന ഒരു ഇന്ത്യൻ ഫാമിലി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയ്, ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയ്. ഈ കുട്ടി വളരെ ഷൈയാണ്. ആ പോട്ടെ പോട്ടെ. റോസേ അമ്മ പേടിക്കണ്ടേ, ഒന്നും പേടിക്കാനില്ല, ഒന്നും പേടി. ഇതിനൊക്കെ മറ്റേ സാധനം ഇട്ടില്ലേ, ഈ വോയിസ് ഓവർ കയറിക്കോ. ചിഞ്ചു ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയിക്കോ. കൈ എടി, കൈ പോട്ടെ പോട്ടെ, തള്ളു പോട്ടെ 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 പോട്ടെ, നെഞ്ഞത്ത് ചൊരി പോട്ടെ, തള്ളു തള്ളു പോട്ടെ പോട്ടെ. ആ കാല് 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 അങ്ങനെയല്ല, ക്രോസ്. അതെ, പിടിപിടിരുത്താ. ഞാൻ പറഞ്ഞല്ലോ ഇത്ര നേരമായിട്ട് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ കാണിച്ചു തരുന്നത് ഇവനാണ്. ഇവൻ്റെ പേരാണ് വിൻസെൻ്റ്. ഓക്കെ, പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട, രണ്ട് കാലിട്ട് അടിക്കൂ.
ഹലോ ഗായ്സ്, എങ്ങനെയുണ്ട്? ഇത് വളരെ ഈസിയാണ്. സിമ്പിൾ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇതൊക്കെ ലാസ്റ്റ് നമ്മുടെ എല്ലാ റൈഡുകളും കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്യാനുള്ള കുറച്ച് റൈഡുകളാണ്. റൈഡുകൾ എന്ന് പറയാൻ പറ്റില്ല, അത് നമുക്ക് ഈ ട്യൂബിൽ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ തുഴഞ്ഞ് ഇങ്ങനെ പോവാം. അതിന് മുന്നത്തെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ അതിലിങ്ങനെ വെറുതെ കിടന്നാൽ മതി. നമ്മളിങ്ങനെ വെറുതെ ഒഴുകിപ്പോവും. ചില സ്ഥലത്ത് വെള്ളത്തിൻ്റെ കുറച്ച് കുഴികളും അങ്ങനെ. നമ്മൾ ഈ ട്യൂബിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പകുതി എത്തിക്കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു എസ്കലേറ്ററിലോട്ട് ഇങ്ങനെ കയറിയിട്ട് തന്നെ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എന്നെ ഇതിൻ്റെ അകത്തോട്ട് പോകുന്നു. അല്ല, ഇതുപോലൊരു കുത്തൊഴുകിലോട്ട് നമുക്ക് വന്ന് വീഴാൻ ഗൈസ്. പേടിയാവും, നന്നായിട്ട് പേടിയാവും കേട്ടോ. ഒരു ട്യൂബൊക്കെ വെറുതെ പറന്ന് നടക്കുന്നതിൻ്റെ മുതലാളി ആരാണോ എന്തോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ ഗൈസ്. നമ്മുടെ ഭയങ്കര സെക്യൂർഡാണ്. നമുക്ക് പ്രശ്നങ്ങളൊന്നും പറ്റില്ല അവിടെ ഇടിക്കുക. നമുക്ക് തോന്നും അവിടെ പോയി ഇടിക്കും, അവിടെ പോയിട്ട് ഇടിക്കും എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം അങ്ങനെ ചെറിയ ഇതിനകത്തൂടെയൊക്കെയാണ് നമ്മൾ വന്ന് വീഴുന്നത്. കുഴപ്പമില്ല, എവിടെയാണെങ്കിൽ തന്നെ ഈ ട്യൂബാണ് ആദ്യം പോയിട്ട് ഇടിക്കുക. പിന്നെ പകുതി നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ക്ലോസിങ് ടൈമാണ്, 6:30 ആയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി, റൈഡുകളൊക്കെ നിർത്തി എല്ലാം ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങോട്ട് ഇറങ്ങാം. 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ക്ലോസ് ചെയ്യും. ഇവിടെയാണ് നമ്മൾ ആദ്യം കയറി കേട്ടോ. കുട്ടികളുടെ പിള്ളേരുടെ ആദ്യം വെള്ളത്തിലോട്ട് ഇറങ്ങില്ല, അത് ഈ ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്നൊരു ടവലൊക്കെ തരും കണ്ടോ. ഈ വെള്ളാട്ടുമാപ്പം ഞാനാണ് ഗൈസ്. ടവൽ നമുക്ക് സ്വന്തമായിട്ട് തരുന്നതല്ല, നമുക്ക് തോർത്താൻ തരുന്നതാണ്. എന്നിട്ട് പോയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി പുറത്തോട്ട് ഇറങ്ങി നമ്മൾ തിരിച്ചു പോന്നു ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും? വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനത്തെയൊക്കെ പോയി ട്രൈ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.